ഹലോ ഗീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരുപാട് പെറ്റ്സും ബെയ്റ്റ്സും ഒക്കെ വന്നിട്ടുണ്ട്. മാക്സിമം നേരിട്ട് പോയി കണ്ട് മാത്രം എടുക്കുക. ട്രാൻസ്പോർട്ട് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ സ്വന്തം റിസ്കിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും ശാലം പെറ്റ് സ്റ്റോറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉത്തരവാദിത്തം വഹിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് അയക്കുമ്പോഴായിട്ട് ലാൻഡ്സ്കേപ്പിൽ മൊബൈൽ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രഷ് വീഡിയോ വേറെ യൂട്യൂബ് ചാനലിലോ ആർക്കും അയച്ചു കൊടുക്കാതെ ഫ്രഷ് വീഡിയോ എടുത്ത് അയക്കുക. ഇത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എന്തായാലും ഒരുപാട് പേര് എനിക്ക് അയച്ചു തരാറുണ്ട് അല്ല പോർട്രേറ്റ് വീഡിയോ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ റിജക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്ന വീഡിയോസ് മാത്രമാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഞാൻ പറയുന്ന പോലെ തന്നെ വീഡിയോ എടുത്ത് അയക്കുക. എന്നാൽ മാത്രമേ നമ്മൾ യൂട്യൂബിൽ ഇടുന്നുള്ളൂ, അല്ലാതെ എടുത്തില്ല. അതോടൊപ്പം തന്നെ 2-3 ഫോട്ടോസും അയക്കുക. ഫോട്ടോസ് നമുക്ക് തംബ്നെയിലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ എന്തൊരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോയിലോട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോക്ടെയിലാണ് വന്നിട്ടുള്ളത്. ഈ പെയറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 2700 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ്. കോഡ് നമ്പർ 1 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 2700 രൂപയാണ് നമുക്കിതിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചിക്സ് അവൈലബിൾ ആണ്, നമുക്കത് അടുത്ത ക്ലിപ്പിൽ കാണാം. 700 രൂപയാണ് ചിക്സിൻ്റെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ കണ്ണൂർ തന്നെയാണ്. കോഡ് നമ്പർ 1. ഡിസ്ക്രിപ്ഷനിലെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. നേരിട്ട് പോയി കണ്ട് മാത്രം എടുക്കുക. ചിക്സിൻ്റെ റേറ്റ് വരുന്നത് 700 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുഖിപ്രാവാണ് വന്നിട്ടുള്ളത്. ഈ മുഖിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പീസ് റേറ്റ് വരുന്നത് 300 രൂപയാണ് റേറ്റ്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. കോഡ് നമ്പർ 2 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 300 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്യാറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 3 ഫീമെയിലും 1 മെയിലുമാണ് കൊടുക്കാനായിട്ടുള്ളത്. 50 ദിവസം ഏജ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 3000 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ ആലപ്പുഴയാണ്. കോഡ് നമ്പർ 3 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 3000 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കിങ്ങാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 2500 രൂപയാണ് ഈ കിങ്ങിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 2500 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത സെയിലിന് വന്നിട്ടുള്ളത് ബർപ്പനാണ് കാണാനായിട്ട് പറ്റുന്നത്. 1300 രൂപയാണ് ഈ ബർപ്പൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. മലപ്പുറത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 4. 1300 രൂപയാണ് ഈ ബർപ്പൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്ത സെയിലിന് വന്നിട്ടുള്ളത് 3500 രൂപയ്ക്ക് വന്നിട്ടുള്ള പൗഡറാണ് കാണാനായിട്ട് പറ്റുന്നത്. പെയർ റേറ്റ് 3500 രൂപയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ മലപ്പുറത്താണ്. കോഡ് നമ്പർ 4 തന്നെയാണ്. ഇതിൻ്റെ കുറച്ചധികം പ്രാവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. 3500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാൾട്ടീസാണ് വന്നിട്ടുള്ളത്. 4500 രൂപയാണ് ഈ മാൾട്ടീസിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. മലപ്പുറത്താണ് ലൊക്കേഷനും. കോഡ് നമ്പർ 4. 4500 രൂപയാണ് ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ്. അടുത്തായിട്ട് നമ്മൾ സെയിലിന് നോക്കാനായിട്ട് പോകുന്നത് ബർപ്പനാണ് വന്നിട്ടുള്ളത്. 700 രൂപയാണ് ഈ ബർപ്പൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. കോഡ് നമ്പർ 5 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 700 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്.
അടുത്തായിട്ട് നമ്മൾ സെയിലിന് നോക്കാനായിട്ട് പോകുന്നത് 850 രൂപയ്ക്ക് വന്നിട്ടുള്ള സിറാസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 850 രൂപയാണ് റേറ്റ് വരുന്നത്. മലപ്പുറത്താണ് ലൊക്കേഷനും വരുന്നതും. കോഡ് നമ്പർ 5 തന്നെയാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഈ 1 മാസം ഏജ് ആയിട്ടുള്ള കാറ്റലിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 5000 രൂപയാണ് റേറ്റ്. കോട്ടയത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 6 ആണ്. 1 മാസം ഏജ് ആയിട്ടുള്ളതാണ്. 5000 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത്. വേറെ വീഡിയോ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതാത് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സാറ്റിയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 900 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. മലപ്പുറത്താണ് ലൊക്കേഷൻ വരുന്നത്. കോഡ് നമ്പർ 7 ആണ്. 900 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കൊണൂർ ബേർഡാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ചിക്സും അവൈലബിൾ ആണ്, പേരൻസും അവൈലബിൾ ആണ്. ചിക്സിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 1250 രൂപയാണ് റേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ പേരൻസിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 4000 രൂപയാണ് പേരൻറ്റിൻ്റെ റേറ്റ്. ലൊക്കേഷൻ വരുന്ന കൊല്ലത്താണ്. കോഡ് നമ്പർ 8 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. 1250 രൂപ ചിക്സിനും 4000 രൂപ പേരൻസിനുമാണ് റേറ്റ് വരുന്നത്. കൊല്ലത്താണ് ലൊക്കേഷൻ. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അമേരിക്കൻ ഫാൻറ്റയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേരിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 3000 രൂപയാണ് റേറ്റ് വരുന്നത്. സ്ഥലം വരുന്നത് തൃശ്ശൂർ ചാലക്കുടിയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 9 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 3000 രൂപയാണ് പേരിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫാൻറ്റയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അമേരിക്കൻ ഫാൻറ്റയിൽ തന്നെയാണ്. 3000 രൂപയാണ് ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത്. തൃശ്ശൂർ ചാലക്കുടിയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 9 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 3000 രൂപയാണ് റേറ്റ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പറും ഡീറ്റെയിലും ഉണ്ടാവും. നേരിട്ട് പോയി കണ്ട് മാത്രം ഏത് പെറ്റ്സോ ബേഡ്സോ ആയിരുന്നാലും എടുക്കാനായിട്ടും കൂടെ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ല നല്ല വീഡിയോസ് വരുന്നത്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഡെയിലി വൈകിട്ട് 7 മണിക്ക് വന്നാൽ മതി. വീഡിയോ ഒരുപാട് പെൻഡിങ് ഉണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോസൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസം വീഡിയോ ലാഗ് വന്ന് അതിൻ്റെ അകത്ത് വീഡിയോ അയച്ചെന്നവരുടെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അത് ഞാൻ 7 ദിവസത്തേക്ക് ഡിസ്പ്ലേ മെസ്സേജ് ഓൺ ആക്കിയിട്ടിരിക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകും. അതിൻ്റെ അകത്ത് വെച്ച് നിങ്ങൾ ആരെങ്കിലും വീഡിയോ അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ ഫ്രഷ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എനിക്ക് അയക്കുക. ഇതേപോലെ നേരത്തെ അയച്ചിട്ടുണ്ടെന്നും കൂടെ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.